ഹലോ എവരിബഡി, ENT വിത്ത് ഡോക്ടർ ജോസഫിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻസ് ടോൺസിൽസ് ആണ്. അപ്പോൾ എന്താണ് ടോൺസിൽസ്, എന്താണ് ടോൺസിലൈറ്റിസ്, എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം ഇടയ്ക്കിടയ്ക്ക് തൊണ്ട പഴുക്കാനും തൊണ്ടവേദന പനി എന്നുള്ളൊരു കോൺസ്റ്റൻറ്റ് ബുദ്ധിമുട്ടായിട്ട് മാറാനുള്ള കാരണം നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ടോൺസിൽസ് എന്ന് പറയുന്നത് നമ്മുടെ തൊണ്ടയുടെ രണ്ട് വശത്തും കാണുന്ന ഈ ഗ്ലാൻഡുകളെയാണ് ടോൺസിൽസ് പറയുന്നത്. ഇത് നമ്മുടെ ബോഡിയുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ ഒരു ഭാഗമാണ്, അതായത് ഇമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ ഇത് തൊണ്ടയുടെ രണ്ട് വശത്തും ഒരു സെക്യൂരിറ്റി ഗാർഡ് നിൽക്കുന്ന പോലെ അല്ലെങ്കിൽ ബോഡി ഗാർഡ് നിൽക്കുന്ന പോലെ വായ്ക്കകത്ത് കടന്നു ചെല്ലുന്ന ഭക്ഷണത്തിലോ അല്ലെങ്കിൽ വായുവിലോ ഉണ്ടാകുന്ന ബാക്ടീരിയ വൈറസുകളെ അറസ്റ്റ് ചെയ്ത് മാറ്റി നിർത്തി അവരെ ഇല്ലാണ്ടാക്കുക എന്നുള്ളൊരു ഫംഗ്ഷനാണ് ഈ ടോൺസിൽസ് എന്ന് പറഞ്ഞ ഗ്ലാൻഡിനുള്ളത്. പക്ഷേ ചിലർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് മാറുകയാണ്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഈ ടോൺസിൽസിൻ്റെ സ്ട്രക്ചറിൽ ചെറിയ മാറ്റങ്ങൾ വരികയാണ്. അവർ റിപ്പീറ്റഡ് ഇൻഫെക്ഷൻസ് വരുമ്പോൾ പണ്ടത്തെ പോലെ അത്ര നന്നായി ഈ ടോൺസിൽസിനെ ഈ ബാക്ടീരിയ വൈറസിനെ ഇല്ലാണ്ടാക്കാൻ പറ്റാണ്ട് വരിക, അതായത് ഇമ്മ്യൂണിറ്റി കുറച്ച് കുറയുക, അതൊരു കാരണമാണ്. മറ്റൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോൺസിൽസിൻ്റെ സൈസ് കൂടും. അതായത് ആദ്യം ചെറിയ ടോൺസിൽസ്, ഗ്രേഡ് 1 ടോൺസിൽസ് ആണെങ്കിൽ റിപ്പീറ്റഡ് ഇൻഫെക്ഷൻസ് വരുമ്പോൾ ഇത് ടോൺസിൽസ് സൈസ് കൂടാനും ഒരു ഗ്രേഡ് 4 ടോൺസിൽസ് എന്നുള്ള സൈസിലേക്ക് മാറാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ടോൺസിൽസിൻ്റെ സ്ട്രക്ചറിൽ മാറ്റം വരുമ്പോൾ ഇതിനിടയിൽ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഫോം ചെയ്യും. ടോൺസിൽസിൻ്റെ ഇടയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ചില പാർട്ടിക്കിൾസ് ആ ടോൺസിൽസിൻ്റെ ഗ്യാപ്പുകളുടെ ഇടയിൽ കുടുങ്ങിയിരിക്കാനും അതിൻ്റെ പുറത്ത് വീണ്ടും ബാക്ടീരിയ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അത് അവിടെ ട്രാപ്പായി കിടക്കും, അത് പുറത്തേക്ക് പോകാണ്ട് ഉള്ളിൽ പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ ഇൻഫെക്ഷൻ ഒന്ന് കുറയും, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരും, അങ്ങനെ അത് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ബാക്ടീരിയയുടെ ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടിയാണ്. അതായത് ബാക്ടീരിയയ്ക്ക് ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ്, അതിൻ്റെ ബയോഫിലിം എന്നാണ് പറയുക, അതൊരു കവചം പോലെയാണ് വർക്ക് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ ബാക്ടീരിയ സേഫായിട്ടിരിക്കും. അപ്പോൾ ഈ പ്രൊട്ടക്റ്റീവ് ഷീൽഡ്, ഈ ബയോഫിലിമിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കൊടുക്കുന്ന മരുന്നുകളോ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് പോലും ആ ബയോഫിലിം കടന്ന് ഉള്ളിലിരിക്കുന്ന ബാക്ടീരിയനെ നശിപ്പിക്കാൻ പറ്റാണ്ട് വരും. അപ്പോൾ അതും ഇത് ഒരു കാരണം. അപ്പോൾ ഇതുകൊണ്ടാണ് ചിലർക്ക് ഇടയ്ക്കിടയ്ക്ക് തൊണ്ടവേദന വരാനുള്ള കാരണം.